ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഡിഫറെൻറ്റ് കളറിലുള്ള A4 സൈസ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു ഓറഞ്ച് കളർ പേപ്പറിൽ ഒരു ചെറിയ സർക്കിൾ വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. 3 ഡിഫറെൻറ്റ് കളറിലുള്ള പേപ്പറിലും 3 സൈസിലുള്ള ഓരോ സർക്കിളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഓറഞ്ച് കളർ പേപ്പറിൽ ചെറിയൊരു സർക്കിളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് യെല്ലോ കളർ പേപ്പറിൽ കുറച്ചും കൂടെ വലിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും ആരും മറക്കേണ്ട. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ കളർ പേപ്പറും ഇതുപോലൊരു ചെറിയ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ മജന്ത കളർ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വലിയൊരു സർക്കിളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരച്ചെടുക്കുന്നതാണ് ഏറ്റവും ഈസി. അപ്പോൾ എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ല, അതുകൊണ്ടാണ് ഇതുപോലുള്ള അടപ്പുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ഡിഫറെൻറ്റ് സൈസിലുള്ള പേപ്പറുകൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഓരോ സർക്കിളിന്റെ മീതെയും ഓരോ സർക്കിളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ യെല്ലോ കളറ് ഈ മജന്ത കളർ പേപ്പറിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓറഞ്ച് കളറിലുള്ള പേപ്പർ യെല്ലോ കളറിന്റെ മീതെയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 3 പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പേപ്പർ ഒന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മടക്കി എടുക്കണം. ബട്ടർഫ്ലൈയുടെ ചിറക് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കണം. ഇങ്ങനെ ഓരോ പീസായിട്ടൊന്ന് മടക്കി എടുത്തതിന് ശേഷം നിവർത്തി വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ്ടും ഒന്ന് മടക്കി മടക്കി എടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് ഈ സൈഡിലോട്ട്, അടുത്തതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം. ഈ സർക്കിൾ മുഴുവനായിട്ട് ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ബട്ടർഫ്ലൈയുടെ ചിറക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിടർത്തി നോക്കുമ്പോൾ തന്നെ ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ നല്ല ഭംഗിയുള്ള ചിറക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ബട്ടർഫ്ലൈയുടെ പകുതി ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ വീണ്ടും പകുതി ഭാഗം കൂടെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഞാൻ വീണ്ടും 3 സർക്കിൾ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒട്ടിച്ചു കൊടുത്ത് നേരത്തെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഭാഗം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സർക്കിൾ വലുതായാലും കുഴപ്പമില്ല. നേരത്തെ ചിറകിനെക്കാട്ടി കുറച്ചും കൂടെ വലുതായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കിൾ എല്ലാം കുറച്ചും കൂടെ വലുതാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു ചിറകും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 2 ചിറകുകളും ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ചിറകൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തിയാൽ മതി. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ബട്ടർഫ്ലൈക്ക് കൊമ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മജന്ത കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നീളത്തിന് വെട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ മടക്കി എടുക്കണം. അതിനുശേഷം ബട്ടർഫ്ലൈക്ക് 2 കൊമ്പ് ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ തുമ്പ് ഭാഗം മാത്രം ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് സർക്കിൾ ആക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക. അങ്ങനെ 2 സൈഡും മടക്കി എടുത്തതിന് ശേഷം ഈ ബട്ടർഫ്ലൈയിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി.
ഈ കൊമ്പും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ബട്ടർഫ്ലൈയുടെ പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും ആരും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.